അമ്മി വെച്ച് കറി വെക്കേ? എനിക്ക് വയ്യ, ഇന്ന് വേറെ എന്തെങ്കിലും വാങ്ങാം. അങ്ങനെ പറയുന്നവരാണ് പലരും. കറണ്ട് ഇല്ലെങ്കിൽ ആ ദിവസത്തെ കറി പോയേ പോയി. ഇന്നൊരു കറി ആയാലും അമ്മിയിലടിച്ച മീൻ കറി പോയാലോ? സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, കുറച്ച് ഇലകൾ മിസ്സിങ് ഉണ്ടോ? അതെ, ഞാനത് ചട്നിക്ക് എടുത്തു. ഞങ്ങളുടെ അടുക്കള ഭാഗത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? നല്ല രസമാണല്ലേ? നല്ല സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം. കറിക്ക് പോയാലോ? ഉലുവ ഇട്ടു. ആദ്യമേ പറയാ, കറി വെക്കുന്നത് ഞാനല്ല, അമ്മയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സോറി, തക്കാളി ഇപ്പം ഇടുന്നില്ല, പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാള നീളത്തിലരിഞ്ഞതാണേ, നീളത്തിലരിഞ്ഞ സവാളയും ഇട്ട് കൊടുക്കുക. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ കറി വെച്ചാലും നമ്മൾ വെക്കുന്ന കറിക്കൊരു ടേസ്റ്റ് ആണല്ലേ. അമ്മമാർ വെക്കുന്ന ഒരു കറിക്ക് വേറെ ടേസ്റ്റും, എന്നാൽ സെയിം ഇൻഗ്രീഡിയൻസ് ആക്കി ഇടുന്നതാവുക. അവരടുത്തൂടെ എത്തുന്നല്ലാതെ അതേ പക്ക ആ ടേസ്റ്റ് കിട്ടല് കുറച്ച് കുറവാണ്. ഇനി തക്കാളി കൂടി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ മീൻകറി വെക്കുമ്പോൾ എങ്ങനെയാ? അമ്മ വെക്കുന്ന അതേ കറി കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഞാൻ വെക്കുമ്പോഴെപ്പോഴും ഒന്നെങ്കിൽ വെള്ളം കൂടി പോവും, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു, ഈ അവസ്ഥയിലാണ്. ആ ഒരു കറക്റ്റ് ഒരു ലെവൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മീൻ കറിക്ക് ഞാൻ അങ്ങോട്ട് അധികം പോവാറുമില്ല. ഇനി പൊടികളിലേക്ക് മുളക് പൊടി ഇട്ടു, നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു. ഇവിടുത്തെ അമ്മ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മുളക് പൊടിയേക്കാൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഗ്രേവി കിട്ടാനാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടും, കാരണം ഞങ്ങളുടെ തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കറിവേപ്പില ആയതുകൊണ്ട് കുറച്ചുകൂടി നീട്ടുകയാണ്. അപ്പം കറിവേപ്പില ഇങ്ങനെ, പക്ഷെ നല്ല മണമാണ് കേട്ടോ. പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളി ആദ്യമേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഇട്ടു. കുടംപുളി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. അത് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് അറിയില്ല. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ ഇടുമല്ലോ, തേങ്ങ അമ്മിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, അതാണ്. ആ തേങ്ങ അരച്ചതിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളം നമുക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി. കാരണം അമ്മി അരച്ച തേങ്ങ ഏത് രൂപത്തിലാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. തേങ്ങയിലേക്ക് നമ്മൾ കിടക്കാൻ പോണ കണ്ടോ, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇതിലില്ല. അപ്പോൾ തേങ്ങ ഇട്ട ശേഷം നമുക്ക് വേണ്ട വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സിഡ് അടിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പറ്റാറുള്ളത് കുറച്ച് വെള്ളത്തോടു കൂടിയാണ് നമ്മൾ അടിക്കുക അല്ലേ. ഇനി നമ്മൾ ആ തേങ്ങ അരച്ച ആ അമ്മി കഴുകിയിട്ടുള്ള വെള്ളമാണത്, ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒപ്പമുള്ള ചോറും ഉണ്ടല്ലോ, ദൈവമേ എന്ത് രസം അറിയോ. രസം നല്ല എന്ത് ടേസ്റ്റാണെന്നറിയോ. ഒരു പപ്പടവും മീൻകറിയും അന്തസ് അല്ലേ. ഈ ഉച്ചവരെ കാത്തിരിക്കണ്ടേ? അതെ, പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അടുത്ത ദിവസമാണ്. അതുകൊണ്ട് മീൻകറി അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇടാൻ മറന്നൊരു കാര്യം, ഇപ്പം ഇട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് ഇടാനുള്ളൊരു സംഭവമുണ്ട്, മീൻ ഇട്ടാലോ. ചൂര മീനാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ചെറിയ ചൂരയാണ്, അത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടായിട്ടില്ല, പിന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ അമ്മ. അപ്പം ഇതിൽ കുറച്ച് മീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. ബാക്കി നമ്മൾ കറിയാണ്. മീൻ കറി മീൻ ഇട്ട് കൊടുത്ത ശേഷം അത് പിന്നെ അതിൻ്റെ ഒരു പരിവുണ്ടല്ലോ, ഒരു മീൻ വേകുന്നവരെ ഒന്ന് കുറച്ച് ഇടവിട്ട് ഇളക്കിയിട്ട് മാറ്റിയിരിക്കാം. റെഡി ആയിരിക്കുന്നു, മീൻ കറി റെഡി. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താ? താളിച്ച് അല്ലേ, കടുക് പൊട്ടിച്ചും കൂടെ ഇടാം. കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ കണ്ടാൽ